സാമൂഹിക മാധ്യമങ്ങൾ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ള സന്ദേശം. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് മാധ്യമവും സാമൂഹിക ജീവിതവും എന്ന വിഷയത്തെക്കുറിച്ചൊരു ഓൺലൈൻ സെമിനാർ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും കൃത്യസമയത്ത് തന്നെ പങ്കെടുക്കേണ്ടതാണ്. അപ്പോൾ ആൻസറായിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കണം. മറുപടി പങ്കെടുക്കാൻ ടീച്ചർ ഞാനുണ്ടാവില്ല ടീച്ചർ കാര്യങ്ങൾ പറയുകയാണ്. ഓൺലൈൻ സെമിനാറിനെ കുറിച്ച് സാമൂഹിക മാധ്യമത്തിലൂടെ ക്ലാസ് ടീച്ചർ വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് നൽകുന്നതും വിദ്യാർത്ഥികൾ അതിനോട് പ്രതികരിക്കുന്നതും ശ്രദ്ധിച്ചില്ലേ? സാമൂഹിക മാധ്യമങ്ങൾ നിങ്ങളുടെ പഠനാവശ്യങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള പിന്തുണ നൽകാറുണ്ട്? പഠന വിഭവങ്ങൾ പങ്കുവയ്ക്കൽ, പഠന വിഭവങ്ങൾ, പഠന സാമഗ്രികൾ എന്നിവ പെട്ടെന്ന് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. പിന്നെ കമ്പൈൻ സ്റ്റഡി, പിന്നെ ആശയവിനിമയം കൃത്യമായിട്ട് സാധ്യമാക്കുന്നുണ്ട്. പിന്നെ ഓൺലൈൻ മീറ്റിംഗ് തുടങ്ങിയവയൊക്കെ എളുപ്പമാണ്. നമ്മുടെ സാമൂഹിക മാധ്യമങ്ങൾ ആധുനിക ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. വ്യക്തിയാന്തര ബന്ധങ്ങളും സാമൂഹിക പാരസ്പര്യവും സാമൂഹിക മാധ്യമങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു. എഴുത്ത്, ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പോലെയുള്ള ഉള്ളടക്കം സൃഷ്ടിക്കാനും പങ്കിടാനും സംവേദിക്കാനും ഉപഭോക്താക്കളെ അനുവദിക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളാണ് സാമൂഹിക മാധ്യമങ്ങൾ. നേരിട്ടുള്ള സന്ദേശമയക്കൽ, അഭിപ്രായം രേഖപ്പെടുത്തൽ, പൊതുവായ എന്നിവയുൾപ്പെടെ വിവിധ ആശയവിനിമയ രൂപങ്ങളിലൂടെ സാമൂഹിക ബന്ധങ്ങളും സാമൂഹിക കൂട്ടായ്മകളും സുഗമമാക്കുന്നു. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിലും സാമൂഹിക പാരസ്പര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സ്വാധീനിക്കുന്നതിലും സാമൂഹിക മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അച്ചടി മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളും പരമ്പരാഗത മാധ്യമങ്ങളാണ്. അച്ചടി മാധ്യമങ്ങളും പ്രക്ഷേപണ മാധ്യമങ്ങളും പരമ്പരാഗത മാധ്യമങ്ങളാണ്. ഏകദിശയിൽ വിനിമയം സാധ്യമാക്കുന്നതിനാൽ ഇവയിലൂടെ പാരസ്പര്യം പരിമിതമാണ്. എന്നാൽ ഡിജിറ്റൽ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും നവമാധ്യമങ്ങളാണ്. അപ്പോൾ നവമാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ സാമൂഹിക മാധ്യമങ്ങളും ഡിജിറ്റലും ഇവ ഇരുദിശയിലേക്കും സുഗമമായ പാരസ്പര്യം സാധ്യമാക്കുന്നു. മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ. മാധ്യമങ്ങൾ 2 തരത്തിലുണ്ട്: പരമ്പരാഗതവും നവമാധ്യമങ്ങളും. പരമ്പരാഗതത്തിൽ വരുന്നതാണ് അച്ചടി മാധ്യമങ്ങൾ, പ്രക്ഷേപണ മാധ്യമങ്ങൾ. ഇനി അച്ചടി മാധ്യമങ്ങളിൽ വരുന്നതാണ് പത്രം, പുസ്തകങ്ങൾ തുടങ്ങിയവ. പ്രക്ഷേപണ മാധ്യമങ്ങൾ റേഡിയോ, ടെലിവിഷൻ തുടങ്ങിയവ. ഇനി നവമാധ്യമങ്ങളിൽ 2 തരമുണ്ട്: ഡിജിറ്റൽ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും. ഡിജിറ്റൽ മാധ്യമങ്ങൾ വെബ്സൈറ്റ്, ഓൺലൈൻ പത്രങ്ങൾ, ബ്ലോഗുകൾ തുടങ്ങിയവ. സാമൂഹിക മാധ്യമങ്ങൾ ഫോട്ടോ, വീഡിയോ പങ്കുവയ്ക്കൽ പ്ലാറ്റ്ഫോമുകൾ, ഓൺലൈൻ ചർച്ച ഫോറങ്ങൾ തുടങ്ങിയവ. പ്രവർത്തനത്തിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? പ്രത്യേകതകൾ. പരമ്പരാഗത മാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ. ആശയവിനിമയം. ഏകദിശയിൽ ആശയവിനിമയം, വിനിമയം ചെയ്യുന്നവരിൽ നിന്നും സ്വീകർത്താക്കളിലേക്ക് മാത്രം. നവമാധ്യമങ്ങൾ ഇരുദിശയിൽ ആശയവിനിമയം, വിനിമയം ചെയ്യുന്നവരും സ്വീകർത്താക്കളും തമ്മിൽ. പാരസ്പര്യം പരിമിതമാണ്. ഉയർന്ന പാരസ്പര്യതയും പങ്കെടുക്കലും. രൂപം. ഭൗതിക രൂപം പത്രം, റേഡിയോ, ടെലിവിഷൻ. ഡിജിറ്റൽ രൂപം ഇൻ്റർനെറ്റ് സൗകര്യമുള്ള ഉപകരണങ്ങൾ. സ്വീകർത്താക്കൾ പരിമിതമായ പങ്കാളിത്തം, ക്രിയാത്മകമായ പങ്കാളിത്തം. ലഭ്യത. സ്ഥലകാല പരിമിതിയുള്ളതിനാൽ എപ്പോഴും ലഭ്യമാകുന്നില്ല. സ്ഥലകാല പരിമിതിയില്ലാതെ അന്തർദേശീയമായും ലഭ്യമാകുന്നു. ഇതിൽ പങ്കാളിത്തമുണ്ട്. പിന്നെ പങ്കാളിത്തം കുറവ്, പങ്കാളിത്തം നവമാധ്യമങ്ങളിൽ കൂടുതൽ. പൊതുജനാഭിപ്രായം, സാമൂഹിക വഴക്കങ്ങൾ, സാംസ്കാരിക മൂല്യങ്ങൾ എന്നിവയെ സ്വാധീനിച്ചുകൊണ്ട് സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിൽ മാധ്യമങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. പത്രങ്ങൾ, റേഡിയോ, ടെലിവിഷൻ എന്നീ പരമ്പരാഗത മാധ്യമങ്ങൾ വിനോദം, വിവരവിനിമയം, വിജ്ഞാനം എന്നിവ സാധ്യമാക്കുന്നു. അതേസമയം നവമാധ്യമങ്ങൾ കൂടുതൽ ആശയവിനിമയം സാധ്യമാക്കുകയും പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സാമൂഹിക മാധ്യമങ്ങളുടെ ഇടപെടൽ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തെ ഗുണാത്മകമായി സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ ഗുണാത്മകമല്ലാത്ത സാഹചര്യങ്ങളും ഇവ സമൂഹത്തെ സൃഷ്ടിക്കുന്നതായി സമൂഹ ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട്. ഹ്രസ്വമായ പാരമ്പര്യത്തിൽ ഏർപ്പെടാൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ സാധിക്കുമെങ്കിലും അർത്ഥപൂർണവും ആഴത്തിലുമുള്ള ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിൽ അവ പരാജയപ്പെടുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ അമിത ഉപയോഗം സൃഷ്ടിക്കുന്ന കൂടുതൽ പ്രശ്നങ്ങൾ.
വിദ്യാർത്ഥികളുടെ പഠനത്തെയും ശാരീരിക മാനസികാരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു. അനിയന്ത്രിതമായ ഉപയോഗം വ്യക്തിബന്ധങ്ങളിലും സാമൂഹിക ബന്ധങ്ങളിലും അകലം സൃഷ്ടിക്കുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും. പിന്നെ തുടർച്ചയായിട്ടുള്ള ഉപയോഗം, ഉറക്കം, അങ്ങനെ കണ്ണിന് സ്ട്രെസ്സ് കൂടുതലാവുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു. ഗുണവുമാണ്, കുറേശ്ശെ ദോഷവുമാണ്. അതിന് അഡിക്റ്റായി പോകും, ഫോണിന് അഡിക്റ്റ് ആവുകയും ചെയ്യുന്നു. സാമൂഹിക ജീവിതത്തിൽ മാധ്യമങ്ങളുടെ സ്വാധീനം. പരമ്പരാഗത മാധ്യമങ്ങളും നവമാധ്യമങ്ങളും ആധുനിക സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. മാധ്യമങ്ങളും സാമൂഹീകരണവും. നിങ്ങൾക്കിഷ്ടമുള്ള ബാലപ്രസിദ്ധീകരണം ഏതൊക്കെയാണ്? ബാലമംഗളുണ്ട്, ബാലമാസിക, ബാലഭൂമി, അങ്ങനെയൊക്കെ. എന്തൊക്കെയാണ് അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ? കഥകൾ, മൂല്യങ്ങൾ, ഗുണപാഠങ്ങൾ, വിനോദങ്ങൾ, അറിവുകൾ. കഥകളിലൂടെയും കവിതകളിലൂടെയുമെല്ലാം സാമൂഹിക വഴക്കങ്ങളും ഗുണപാഠങ്ങളും വിജ്ഞാനവും വിനോദവും ലഭിക്കുന്നില്ലേ? സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണമെന്നും പെരുമാറണമെന്നും ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നാം പഠിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം, സോഷ്യലൈസേഷൻ. ഉദാഹരണത്തിന്, മുതിർന്നവരെ ബഹുമാനിക്കണമെന്ന മൂല്യം നാം കുട്ടികളായിരിക്കുമ്പോൾ തന്നെ രക്ഷിതാക്കളിൽ നിന്ന് പഠിച്ചെടുക്കുന്നതാണ്. കുടുംബം, വിദ്യാലയം, കൂട്ടുകാർ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം സാമൂഹികരണ പ്രക്രിയയെ സഹായിക്കുന്നുണ്ട്. നാം സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്നും എന്താഗ്രഹിക്കണമെന്നും തീരുമാനിക്കുന്നതിലും വ്യക്തിത്വ രൂപീകരണത്തിലും മാധ്യമങ്ങൾ സ്വാധീനിക്കാറുണ്ട്. ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സാമൂഹിക മൂല്യങ്ങൾ, വഴക്കങ്ങൾ മുതലായവ മാധ്യമങ്ങളിലൂടെയും വിനിമയം ചെയ്യപ്പെടുന്നു. ഇനി മാധ്യമങ്ങളും പൊതുജനാഭിപ്രായ രൂപീകരണവും. കേരള നിയമ പരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ക്ഷണിച്ചു. ഇതൊരു ഇതിൽ വന്നിരിക്കുന്നതാണ്, ന്യൂസിൽ. പിന്നെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ മെയിൽ വിലാസത്തിൽ സമർപ്പിക്കാം എന്നുള്ളൊരു ഇതാണ് വന്നിരിക്കുന്നത്. സമർപ്പിക്കാനുള്ളൊരു പത്രവാർത്തയാണ് ഈ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് അഭിപ്രായങ്ങൾ ജനങ്ങൾക്ക് അയക്കാം. പത്രവാർത്ത വായിച്ചില്ലേ? ജനാധിപത്യക്രമത്തിൽ സർക്കാർ പുതിയ നയങ്ങൾ രൂപീകരിക്കുന്നതിന് മുമ്പായി പൊതുജനങ്ങളുടെ അഭിപ്രായം പരിഗണിക്കാറുണ്ട്. വിവിധ മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളോട് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടാറുണ്ട്. തിരഞ്ഞെടുപ്പ് സമയങ്ങളിലും അന്തർദേശീയ നയരൂപീകരണത്തിനും മാധ്യമങ്ങളിലൂടെ പൊതുജനാഭിപ്രായം രൂപീകരിക്കാറുണ്ട്. ഇത്തരത്തിൽ ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിലും ജനസമ്മതി നേടുന്നതിലും മാധ്യമങ്ങൾ പ്രധാന ഉപാധിയായി പ്രവർത്തിക്കുന്നു. ചില മാധ്യമങ്ങളിൽ വരുന്ന പരിപാടികൾ പക്ഷാപാതപരവും പ്രതിലോമകരവുമാകാറുണ്ട്. കൃത്യതയും വ്യക്തതയുമില്ലാത്ത ആശയങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് കാണാറുണ്ടല്ലോ. സാമൂഹിക മാധ്യമങ്ങളിലൂടെ വളർച്ച ഈ പ്രവണതകൾക്ക് ആക്കം കൂട്ടാറുണ്ട്. കോവിഡ്-19 വ്യാപന സമയത്ത് അതുമായി ബന്ധപ്പെട്ട വ്യാജ ചികിത്സാരീതികൾ, വൈറസ് സംബന്ധിയായ കെട്ടുകഥകൾ തുടങ്ങിയവ ചില സാമൂഹിക മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് ഒരു ഉദാഹരണമാണ്. ഇത് തെറ്റായ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന് കാരണമാകുന്നു. ഇത്തരം തെറ്റായ വാർത്തകൾ സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമം IT ആക്ട് 2000 പ്രകാരം ശിക്ഷാർഹമാണ്. വിവരസാങ്കേതിക വിദ്യാ നിയമം 2000, IT ആക്ട് 2000. സാമൂഹികമോ രാഷ്ട്രീയമോ പാരിസ്ഥിതികമോ ആയ പ്രശ്നങ്ങൾ പൊതുജനങ്ങൾക്കിടയിലെത്തിക്കാൻ സാമൂഹിക മാധ്യമങ്ങൾ, വെബ്സൈറ്റുകൾ, ഓൺലൈൻ ക്യാമ്പയിനുകൾ തുടങ്ങിയവ പോലുള്ള ഡിജിറ്റൽ ഉപാധികളും ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ ആശയവിനിമയത്തിനും സത്വര വിഭവ സമാഹരണത്തിനുമുള്ള വഴികൾ സാധ്യമാക്കുന്നതിലൂടെ പൊതുജന ഇടപെടലുകൾക്ക് ആക്കം കൂട്ടുന്നു. സാമൂഹിക മാധ്യമങ്ങളിലെ വിവിധ ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ, ബോധവൽക്കരണ പരിപാടികൾ, ധനശേഖരണം എന്നിവ ചില ഉദാഹരണങ്ങളാണ്. വിവരവിനിമയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചോ അവയെ ലക്ഷ്യം വെച്ചോ നടത്തുന്ന കുറ്റകൃത്യങ്ങളാണ് സൈബർ കുറ്റകൃത്യങ്ങൾ. അതിനുള്ള ശിക്ഷയെ ഉറപ്പാക്കുന്നതിന് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് വിവര സാങ്കേതിക വിദ്യാ നിയമം 2000, IT ആക്ട് 2000.